to the winners of the boat race, which is a unique feature of community life in Travancore, Cochin. 1952 നെഹ്റു വന്നപ്പോൾ എനിക്ക് 15 വയസ്സ് കഴിഞ്ഞ് ഞാൻ SLC കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോട്ടയത്ത് വന്ന് അവിടുന്ന് ബോട്ടുകളുടെയും കളിവള്ളങ്ങളുടെയും അകമ്പടിയോടുകൂടി അപ്പോൾ ആലപ്പുഴ പുന്നവളക്കായലിൽ ചുണ്ടൻവള്ളങ്ങളുടെ ഒരു മത്സരം സംഘടിപ്പിച്ചു. അതിൽ അക്കൊല്ലം നടുഭാഗം ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. അതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ വള്ളത്തിൽ ചാടിക്കയറി ആലപ്പുഴ വരെ നിന്നാണ് പോയത്. അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞ് ഒന്നാം സ്ഥാനത്തെത്തുന്ന വള്ളത്തിന് സമ്മാനമായി കൊടുക്കുന്നതിന് വേണ്ടി ഒരു വെള്ളിക്കപ്പ് ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തു. ആ വെള്ളിക്കപ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള വരികളും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറുമുണ്ട്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരികളിതാണ്: ടു ദി വിന്നേഴ്സ് ഓഫ് ദി ബോട്ട് റൈസ്, വിച്ച് ഈസ് എ യൂണിക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ. തിരുവിതാംകൂർ കൊച്ചിയിലെ അന്നത്തെ സാമൂഹ്യ ജീവിതം അത്ര മെച്ചപ്പെട്ടതായിരുന്നു. ആ ജീവിതത്തിൻ്റെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ആ കപ്പിൽ ആ സാമൂഹ്യ ജീവിതത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അന്ന് മുതൽ 54 പിന്നെ നെഹ്റു ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നെഹ്റു ട്രോഫി ആയിരുന്നില്ല, പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിട്ടാണ് നടന്നു വന്നത്. പക്ഷേ കാലം 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാരവാഹികൾക്ക് തോന്നിയത് ശരിയല്ലല്ലോ, എന്നും ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് നടത്തണം. പണ്ട് നാട്ടുകാരുടെ വകയായിട്ട് ഓരോ വാർഡുകാരും വാർഡ് സദ്യകൾ നടത്തുമായിരുന്നു. അന്ന് ഈ തുഴച്ചിക്കാർക്ക് പൈസയൊന്നുമില്ല. തുഴച്ചിക്കാർ ഒരു ഒരു നാടിനുള്ള സേവനമായിട്ട് നടത്തിപ്പോകുന്ന സംഭവമായിരുന്നു അന്നത്. ഇന്നങ്ങനെയല്ല, ഇന്ന് പൈസ കൊടുത്താൽ കളിപ്പിക്കും.